ഇങ്ങനെയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് തള്ളിക്കളയണ്ട. 2029 ഒരുപക്ഷെ രാഹുൽ ഗാന്ധി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാകും. വീണ്ടും ബോൾ രാഹുലിന്റെ കളത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥത. UGC നെറ്റ് പുനഃപരീക്ഷയിൽ മോദി സർക്കാരിനെ ലക്ഷ്യമിട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അഥവാ NTA നേതൃത്വത്തെ ഉത്തരവാദിത്തപ്പെടുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എക്സിലെ ഒരു പോസ്റ്റിൽ ഇത് ഇനിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല, ഇതൊരു എക്സ്ട്രാക്ഷൻ മെഷീനാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മോദിജി, നിങ്ങളുടെ NTA ഇപ്പോൾ എന്താണ് ചെയ്തത് എന്ന് നോക്കൂ. UGC നെറ്റ് പരീക്ഷകൾ സോഷ്യോളജി, ഇംഗ്ലീഷ്, കോമേഴ്സ് ഈ 3 വിഷയങ്ങൾക്കുള്ള പരീക്ഷകൾ ജൂൺ 22-നും 30-നും ഇടയിലാണ് നടന്നത്. ഏകദേശം 2 മാസത്തിന് ശേഷം തെറ്റായ ചോദ്യപേപ്പറുകൾ നൽകിയതിനാലും പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ചതിനാലും NTA 3 പരീക്ഷകളും റദ്ദാക്കി. വർഷങ്ങളായി പരീക്ഷാ ഫീസ് അടച്ച് വിദൂര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്ത ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സെപ്റ്റംബറിൽ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. NTA തെറ്റ് ചെയ്യുന്നു, പക്ഷെ വിദ്യാർത്ഥികളാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഞാൻ ഇത് കോട്ടയിലും ഡെറാഡൂണിലും പ്രയാഗ്രാജിലും ആവർത്തിച്ചു. ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഇനി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അതൊരു വേർതിരിച്ചെടുക്കൽ യന്ത്രമായി മാറിയിരിക്കുന്നു. അത് നിങ്ങളുടെ പണം, നിങ്ങളുടെ വർഷങ്ങൾ, നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ ആത്മവിശ്വാസം എന്നിവ എടുക്കുന്നു. ഒന്നും തിരികെ നൽകില്ല, ഒരു ജോലി പോലും. ശരിക്കും രാഹുൽ ഗാന്ധി പറയുന്ന ഈ വാക്കുകൾ ശരിയാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പറുകൾ ചോർന്നോ എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. NTA ഇപ്പോഴും യഥാർത്ഥ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വിഷമകരമായ അവസ്ഥ. ഈ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുൻപ് ചോർന്നോ? മോദി സർക്കാരിന്റെ മറ്റെല്ലാ വിഭാഗങ്ങളെയും പോലെ NTA ഒരിക്കലും അത് അവരുടെ തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല. വിട്ടുവീഴ്ച ചെയ്ത മറ്റെല്ലാ പത്രങ്ങളെയും പോലെ ഉത്തരവാദിത്തം ഉണ്ടാകില്ല എന്നാണ് തന്റെ ഉറപ്പ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആദ്യപടി മാത്രമാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് NTA നേതൃത്വത്തിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. NTAയുടെ നേതൃത്വവും ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കണം. പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് അവർ ഉത്തരവാദികളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സെപ്റ്റംബറിൽ വീണ്ടും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളോടും നിങ്ങൾ പ്രശ്നമല്ല, ഒരു പരീക്ഷ നടത്താൻ കഴിയാത്ത ഒരു സംവിധാനം പ്രധാനമന്ത്രി മോദി നിർമ്മിച്ചു, എന്നിട്ട് അത് എഴുതുന്ന വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ വർഷങ്ങൾ മോഷ്ടിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി മോദി അതിന് ഉത്തരം നൽകുന്നതുവരെ ഞങ്ങൾ നിർത്തില്ല എന്നാണ് ഗാന്ധി തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് UGC നെറ്റ് വീണ്ടും നടത്തുന്നത്? UGC നെറ്റ് 2026 ജൂണിലെ പരീക്ഷയുടെ ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ 3 പേപ്പറുകളുടെ പുനഃപരീക്ഷ ഞായറാഴ്ച NTA പ്രഖ്യാപിച്ചു. പേപ്പറുകളെ നിരവധി പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണിത്. ഇംഗ്ലീഷ് പരീക്ഷ സെപ്റ്റംബർ 9-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ, കോമേഴ്സ് പരീക്ഷ അതേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 6 വരെ, സോഷ്യോളജി പേപ്പർ സെപ്റ്റംബർ 10-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ 1-ാം ഷിഫ്റ്റിൽ നടക്കും. ജൂൺ 22-നും 30-നും ഇടയിൽ 87 വിഷയങ്ങളിലായി UGC നെറ്റ് ജൂൺ 2026 പരീക്ഷ NTA നടത്തി. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നൽകുന്നതിനും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനും PhD പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനുമാണ് ഈ പരീക്ഷ നടക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുണ്ടായ നീറ്റ് പുനഃപരീക്ഷയും ഉൾപ്പെടെയുള്ള പരീക്ഷാ വിവാദങ്ങളിൽ കോൺഗ്രസ് ആവർത്തിച്ച് NTA ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എന്തായാലും അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വിദ്യാർത്ഥി സമൂഹത്തിന് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നരേന്ദ്രമോദി സർക്കാർ ഒരു കാരണമാകുമ്പോൾ ആദ്യം പറഞ്ഞ ആ സെന്റൻസ്, അതായത് കെ.സി. വേണുഗോപാൽ പറഞ്ഞ 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എഴുതി വെച്ചോളൂ എന്നത് നടന്നു പോകും എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.